ഹലോ, ചോറ് തിന്നോ? എത്ര മണിക്ക്? 7 മണിക്കോ? അപ്പോൾ നേരം കൊടുക്കുമ്പോൾ വിശക്കേനെ. രാത്രിയിലേ ഇന്നെന്നാ ഇറങ്ങും? ഇന്നെന്നാ വെള്ളിയാഴ്ച കോഴിച്ചാറോ? കോളിഫ്ലവർ, ചപ്പാത്തി. ചോറില്ല? അത് കാരണം കോളിഫ്ലവർ നല്ലതാണ്. ഇപ്പോൾ അവിടുത്തെ നല്ല കറി വയ്ക്കാതെ. കിടക്കാൻ പറ്റുന്ന ഹലോ വായിക്കുക. വച്ചിട്ട് നീ അവരെ വിളിക്കും കേട്ടോ. ആയിക്കോട്ടെ. അതിന് വിളിക്കാൻ പൈസ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, കേട്ടണോ? ഏതാ നിൻ്റെ നമ്പർ? 417. ഇത് ശ്രീകുട്ടീൻ്റെ നമ്പറായിരുന്നല്ലോ. ഇത് നിൻ്റെ പേരിലാണോ ഈ നമ്പർ? അല്ല, ആരുടെ പേരിലാണ് നമ്പർ കിടക്കുന്നത്? എന്നിട്ടോ അന്നും പിന്നെ 3-ാം തീയതി തന്നെ വിളിക്കാൻ ഞാനതൊന്നും ഓർക്കുന്നില്ല, ഇപ്പോൾ മറന്നു പോവാ. എന്നിട്ട് ബർത്ത്ഡേക്ക് തന്നെ കേക്ക് കുറിച്ചോ? എൻ്റെ തുലാമാസം വൃശ്ചികമാസമായിരുന്നല്ലേ? അതല്ല, വൃശ്ചികമാണല്ലോ. 3-ാം തീയതി ആണെങ്കിൽ വൃശ്ചികമാണല്ലോ. നോക്കട്ടെ. എന്നിട്ട് കാര്യം ഇനി അപ്പോഴേ നേരം നിങ്ങളെന്നെ ഇത്രയും താമസിച്ച? ഞാനിങ്ങോട്ട് പോകുന്നു. അന്നേരം ഒരുത്തന്നെ മധുവിൻ്റെ ചെറുക്കം വന്നിട്ട് 1 കിലോ പിന്നെ ഈ കൊട്ടടയ്ക്ക് ഇങ്ങോട്ട് വന്നിരുന്നു. അവന് അർജൻറ്റാണ്. രാവിലെ പണിക്ക് വന്നു കൊണ്ടുവരാൻ നേരം അമ്മ തുറന്നു വിട്ടാന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു പോയി തുറന്നു. ഞാൻ പാക്ക് കൊണ്ട് വന്ന അടുത്ത പൊളിച്ച ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അവന് വാക്കില്ലല്ലോ. പിന്നെ വെറുതെ എടുത്തേക്ക് ഞാൻ അവിടെ വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ വേറെ ഇല്ല, അടിക്കുമോ കുട്ടപ്പഞ്ഞേറിന് കൊടുക്കാം. കുട്ടപ്പഞ്ഞേറിന് അടിച്ചില്ലേ? കുട്ടപ്പഞ്ഞേറിന് അവിടെ കുറച്ച് പാക്കുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ അവൻ പിന്നെ ഒരു ന്യായമായ വില കൊടുത്താലും അവൻ പിന്നെയും കുറഞ്ഞു പോയെന്നും പറഞ്ഞ് അതും ഇതൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. 8 കിലോ ഉണ്ടെങ്കിൽ ഒരു 170-നൊക്കെ 180-നൊക്കെ എടുക്കുകയാണെങ്കിൽ കൊണ്ട് കൊടുക്കുന്നതിന് നമുക്ക് 100 രൂപ കിട്ടും. വെറുതെ ഒരു 10 രൂപ കിട്ടാത്ത കേസ് കിട്ടുന്ന ഇതിൽ പിടിക്കാൻ പറ്റില്ല. പട്ടാമ്പീന് അടുത്തടുത്ത് വരുമ്പോൾ പന്നി ഇങ്ങനെ കണ്ണിന് വേണത്. വേറെ വല്ലവരും തിരിഞ്ഞു നോക്കിയാൽ അതുമാതിരിയുള്ള തെറിയൊക്കെ ഞാൻ പറഞ്ഞു. കള്ളു കുടിക്കുന്നുണ്ടെന്ന് ഓർത്ത് അവനെന്നെ അവൻ്റെ മക്കളെ മൃഗത്തിനും തിരിയാതിരിക്കുന്നില്ലല്ലോ. ബാക്കിയുള്ളവരെ മാത്രം അവന് മനസ്സിലാവാതെയായത്.
നിങ്ങൾ നിലകുത്തി ഓച്ച കേൾപ്പിച്ചിട്ടല്ലേ അവൻ്റെ പെണ്ണ് പഠിച്ചു പോയത് പഠിക്കാതെ. അവൻ്റെ കുശുമ്പാണ്. അവന് മറ്റുള്ള തിരുവിതാംകൂറുകാരെ കഴിഞ്ഞും പിഴച്ചവനാണ്.